ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അലോവേര അതായത് കറ്റാർ വാഴയുടെ ഗുണങ്ങളും അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ് ഞാനിവിടെ പറയുന്നത്. ഇത് നമ്മൾ ഡെയിലി കുടിക്കുന്നത് വഴി നമുക്കുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അലോവേര ജെല്ലിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന അധികം നാരുകൾ, അസിഡിറ്റി തീരെയും ഇല്ലാത്തൊരു ജ്യൂസാണ് അലോവേര. അതുകൊണ്ട് തന്നെ ഇത് ഡൈജഷന് സഹായിക്കുന്നു. മലബന്ധം, അസിഡിറ്റി എന്നിവയുള്ളവർക്കൊരു ഉത്തമ സഹായമാണ് ഈ അലോവേര. ഇപ്പോൾ എല്ലാവരുടെയും വെയിറ്റ് ലോസിനാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് മെയിൻ്റനൻസിനും ലോസിനും ഇത് സഹായിക്കുന്നു. ഇതിലടങ്ങിയ സൈസ്റ്റോസ്റ്റിറോൺ എന്ന സോല്യൂബിൾ ഫൈബർ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊളസ്ട്രോളിനെ പുറന്തള്ളുന്നു. അതായത് മദ്യപാനം, സ്മോക്കിംഗ്, ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്കെല്ലാവർക്കും ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് ശരീരത്തിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡെയിലി അലോവേര ജ്യൂസ് കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ്. പിന്നെ വായക്കുള്ളിലെ ബാക്ടീരിയകളെയും സൂക്ഷ്മാണുക്കളെയും നശിപ്പിക്കുന്നത് വഴി വായനാറ്റം, വായപ്പുണ്ണ്, മൗത്ത് അൾസർ ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ഉപയോഗമാണ് അല്ലെങ്കിൽ ഒരു ഉപകാരമാണ് ഇതുകൊണ്ടുള്ള ആൻറ്റി ഏജിങ്. അതായത് നമ്മുടെ ഏജിങ് പ്രോസസ്സ് വളരെ സ്ലോ ആക്കുന്നു. അതിൻ്റെ മെയിൻ കാരണം ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ്. പിന്നെ ഇതിൽ വന്നിട്ട് നമുക്ക് അടങ്ങിയിരിക്കുന്ന ചില ധാതുക്കൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ തേനിൽ ഇത് നമ്മൾ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുമെന്ന് പല റിസർച്ചുകളും ഇപ്പോൾ പറയുന്നുണ്ട്. പ്രതിരോധ ശക്തി അധികപ്പെടുത്തുമ്പോൾ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ്, മഗ്നീഷ്യം, കാൽഷ്യം തുടങ്ങിയവ നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും ഒരു തിളക്കമാർന്ന സ്കിന്നും ഹെയറും കിട്ടുവാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഔഷധ ഗുണങ്ങൾ ഉള്ള ഈ ഒരു അലോവേര നമുക്ക് എങ്ങനെ ഡെയിലി കഴിക്കാം എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അലോവേര ജ്യൂസ് കുടിക്കുമ്പോൾ പലരും ചെയ്യുന്നത് അതെപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ട് അരിച്ച് കുടിക്കാറാണ് പതിവ്. അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഈ ജ്യൂസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വീട്ടിൽ അതേപോലെ അലോവേര ഉള്ളവർ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ അലോവേര നമുക്കിപ്പോൾ മാർക്കറ്റുകളിൽ വാങ്ങിക്കാനും കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ അലോവേര നമ്മൾ എടുത്തതും അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അതിലുണ്ടാകുന്നൊരു കയ്പ്പാണ്. അത് പോകാനായിട്ട് അലോവേര കട്ട് ചെയ്ത് എടുത്തത് നമ്മൾ നല്ല റണ്ണിങ് വാട്ടറിൽ ഇട്ട് വയ്ക്കാം. കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചാൽ തന്നെ അതിൻ്റെ കയ്പ്പല്ല, അല്ലെങ്കിൽ അതിൻ്റെ പശയാണ് അതിൻ്റെ കയ്പ്പ്, അത് ഇറങ്ങി താഴോട്ട് പോയിക്കോളും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ 10 മിനിറ്റ് നേരത്തേക്ക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡിലുള്ള ഈ മുള്ള് പോലെയുള്ള ഇരുവശവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 8 ഔൺസ് കറ്റാർവാഴ, അതായത് ഒരു ഗ്ലാസ് കറ്റാർവാഴ നിങ്ങൾ ജ്യൂസ് ഒരു ദിവസം കുടിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട വിറ്റാമിൻ സിയുടെ 30% കിട്ടുന്നത്. ഇനി അടുത്തത് ഇതിൻ്റെ 2 വശമുള്ള ഈ കട്ടയായിട്ടുള്ള തണ്ടും കൂടി നമുക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെ ഒരു വശം റിമൂവ് ചെയ്തതിന് ശേഷം ഒരു സ്പൂണിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിനുള്ളിലുള്ള ഈ അലോവേര ജെല്ല്, അതായത് ഒരു ജെലാറ്റിൻ പോലെയുള്ള ഈ ജെല്ല് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എടുക്കാം. ഇവിടെ കാണുന്ന പോലെ ഒരു സ്പൂണിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്കത് ഇതുപോലെ സ്ക്രാച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ കയ്പ്പുണ്ടാവുന്ന പേടി വേണ്ട. നമ്മളൊരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചത് കാരണം കയ്പ്പ് തീരെ ഉണ്ടാവില്ല. ഇനി നമുക്കിതൊരു മിക്സി ജാറിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് ഇത് മാത്രമായിട്ടും ജ്യൂസ് അടിച്ച് കുടിക്കാം. പക്ഷേ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവർക്കാണെങ്കിൽ നമുക്കതിനോടൊപ്പം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കറിവേപ്പില നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇടുന്നുണ്ട്. കറിവേപ്പില, ചെറിയൊരു കറിവേപ്പിലയും, ആവശ്യത്തിന് മല്ലിയില, ഒരു അര കൈപ്പിടി മല്ലിയില ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം തന്നെ നമ്മൾ ഇടുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. പുതിന 2-3 എണ്ണം, പിന്നെ നാരങ്ങ, ഒരു പകുതി നാരങ്ങ പുളിക്കായിട്ടാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അതിൽ നാരങ്ങയുടെ വിത്ത് മാറ്റിയതിന് ശേഷം നാരങ്ങ നീര് മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് പഞ്ചസാരയല്ല, പകരം ഇത് ശർക്കര പാനിയാണ്. ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഐസിൻ്റെ പൊടികളോ ക്യൂബ്സോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് മിക്സ് ചെയ്ത് വരാം. അപ്പോൾ ഒരുപാട് തരതിരിന്ന് നമ്മളിത് മിക്സ് ചെയ്യണമെന്നില്ല. ഒരുവിധം നാരുകൾ അടങ്ങിയപ്പോൾ തന്നെ മിക്സ് ചെയ്ത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇത് പലരും അരിച്ചാണ് കുടിക്കാറ്. നമ്മളിത് അരിച്ച് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത് കുടിക്കുന്ന സമയത്ത് ഇതിലുള്ള നാരെല്ലാം തന്നെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കളയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫലമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോവാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇത് നിങ്ങൾ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കാം. അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമുക്കിത് കുടിക്കുകയാണെങ്കിൽ ഈ അലോവേരയുടെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസിൻ്റെയും ശരിയായ പ്രവർത്തനത്തിന് അലോവേര ജ്യൂസ് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് ഫോക്കസ് ചെയ്യുന്നവർ മെയിനായിട്ട് ഇത് ഡെയിലി ഒരു ഗ്ലാസ് എങ്കിലും കുടിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.